നമ്മളെ ഫറോക്ക് എക്സിബിഷനിലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് അപ്പോൾ ഗായ്സ് നിങ്ങൾ കേട്ട പോലെ ഇപ്പം നമ്മൾ ഫറോക്ക് എക്സിബിഷനിലാട്ടോ കുറേ ആയി ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. പിന്നെ ഹിലുവിൻ്റെ വീട്ടിലേക്ക് സ്റ്റേക്ക് പോയപ്പോൾ ഞാൻ പാപ്പനോട് ചോദിച്ചു. അപ്പോൾ പാപ്പറിന് ഇന്നാ പോകാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ആയിഷ കയറിയപ്പോൾ എൻ്റെ കാളൻ്റെ പുറത്ത് കയറി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന ഫോട്ടോസല്ലേ മെയിൻ. പിന്നെ നമ്മൾ പ്രധാന മീനല്ല ഫിഷിനെ കണ്ടിട്ടോ, കുറേ ഫിഷ്. ഇത് കണ്ട ഗായ്സ് പല ടൈപ്പുള്ളത് മത്തി ആവോലി തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. പിന്നെ അതാ ഇങ്ങനത്തെ വെറൈറ്റി ഫിഷ് വലിയ കുറയത്തിലുണ്ട്. ഇതിൻ്റെ മുന്നേ നമ്മളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹവ്വുള്ളപ്പോഴേനു കേട്ടോ. ഇതേപോലെ വന്ന് ഫുൾ എക്സ്പ്ലോറൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ഹിലുവിൻ്റെ കൂടാണ്. ഹിലു ഉള്ളതുകൊണ്ട് എനിക്ക് കൂട്ടിയ ഒരാളാട്ടോ. ആയിഷ നോക്ക് പറയാം കേട്ടോ പപ്പനോട്, ഇത് നോക്ക് പപ്പ നല്ല രസമുണ്ടേ, നോക്ക് പപ്പ നല്ല രസമുണ്ടേ. നമ്മളൊന്നും വേണ്ടിയില്ല, നമ്മൾ മുന്നിൽ പോവാട്ടോ. അതിൻ്റെ ഒന്ന് കണ്ടിട്ട് ഹിലു ഇതാ മുന്നിൽ നടക്കുന്നുണ്ട്. ഇതാ എൻ്റെ അമ്മ ഇങ്ങനെ വീഡിയോ എടുത്ത് മെല്ലെ മെല്ലെ വരിക കേട്ടോ. ഈ ഒരു ഫിഷിനൊക്കെ നോക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. ആയിഷ ഇമ്മത് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ക്ഷീണം ഒക്കെയാണ്. പിന്നെ അതാ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇതാണ് കേട്ടോ, മറ്റേ കോലി ഫിഷോ എന്താ പറയുക, ഓർമ്മയില്ല. അതിൻ്റെ തൊള്ള മൊത്തം കോലാണ്. പിന്നെ അതാ നമ്മൾ കടൽ ലോകം. ഇത് അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞു ഫിഷിന് നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ചെറിയ നോട്ടുണ്ടെങ്കിൽ വാങ്ങിയില്ല കേട്ടോ, ഒക്കെ ഒന്ന് വെയ്യ. പിന്നെ പിന്നെ നമ്മൾ കടൽ ലോകത്തിലേക്ക് എത്തി ഗായ്സ്. അവിടെ വലിയ ഫിഷ് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ കടൽ ലോകത്തിൽ കുറേ വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കണ്ട ഗായ്സ്. ഇവിടെ കുടുംബസംഘമാണ് തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു മീറ്റിംഗ് ആണ്, എല്ലാവരും കൂടി ചേർന്നിക്കണം കേട്ടോ. എനിക്ക് പിന്നെ പണ്ട് തലക്കെന്താ അസുഖങ്ങളുണ്ട്, അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കും. പിന്നെ ഗായ്സ് അവിടെ കുറേ വെറൈറ്റി ഫിഷിനൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാട്ടോ. പിന്നെ നമ്മൾ വലിയ ഫിഷിനൊക്കെ കണ്ട് ആയിഷുവിൻ്റെ അത്ര എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ ബേഡ്സിനെ കണ്ട്. ആ പാമ്പിനെ കണ്ടോ, അത് ഞാൻ വിചാരിച്ച ഫസ്റ്റ് ശരിക്കത്താണെന്ന് കേട്ടോ. എന്തൊരു റിയാലിറ്റി അതിനൊക്കെ. ആയിഷനൊക്കെ പാമ്പന്മാരെ തോളിൽ ഇട്ടെന്ന് ചോദിക്കുക കേട്ടോ അമ്മനോട്. കണ്ട് ഗൈസ് ആയിഷ കോഴിക്കുട്ടികളെ വാ 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 ബാ ബബ്ബ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതിന് പിന്നെ ചെറുപ്പത്തിലെ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അത് ആയിഷൊക്കത്തിനെ വിളിച്ച് ഇവിടെ എന്തോ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ കിളികളതല്ലേ, അപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒക്കത്തിന് നല്ല റിയാലിറ്റിയാണ് ഇവർ ഉണ്ടാക്കിയതിനൊക്കെ കേട്ടോ. കണ്ടോ ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെന്തോ ഒരു സാധനമുണ്ട്, ഓന്തിൻ്റെ പോലത്തെ ഒരു സാധനമാണ്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ എന്താ ലവ് ബേർഡ്സിന്, പിന്നെ അങ്ങനത്തെ കുറേ തത്ത, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ട. എൻ്റെ നമുക്ക് പണ്ടേ പാമ്പിനെ ഭയങ്കര പേര്. പാമ്പിനെ ഉണ്ടോ ലോഡ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി പാമ്പിനെ എടുത്ത് വീഡിയോ എടുക്കാനേ നിന്നിട്ടുള്ളൂ. ആയിഷിനെ വലിയ എന്ന് പറഞ്ഞ് കൈ നിട്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ ഇതിനെന്താ പറയാറില്ല, ഇത് ഞാൻ ചില വീഡിയോസിൽ കണ്ട് തോളിലിങ്ങനെ വെച്ചിട്ട് നടക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റാണ്. പിന്നെ നമുക്കൊക്കെ പേടിയാണ്. പപ്പയ്ക്ക് പേടിയില്ല, എന്നാലും പപ്പ ചെയ്തില്ല. പിന്നെ നമ്മളിതാ ഈ ഒരു ബേർഡിനാട്ടോ കണ്ടത്. ആയിഷ എൻ്റെ മുന്നിൽ ഞാനതൊരു ഡാൻസ് കളിക്കുകയാണ്. അതിൻ്റെ ഡാൻസ് അടുപ്പിച്ചെടുക്കാൻ തോന്നുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു മങ്കിയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് കണ്ട്. എനിക്ക് ഒന്നിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. ഇത് നമ്മൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ കഴിഞ്ഞു, ഇപ്പോഴാട്ടോ ഇടാനാണ്. അപ്പോൾ ഗായ്സ് ഇനി നാളെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാനിതിൽ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രിപ്പുണ്ട്, അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എലിനെ കണ്ട്, പിന്നെ ബേർഡ്സിനെ കണ്ട്, പിന്നെ വൈറ്റ് എലിനെ കണ്ട്, പിന്നെ നമ്മൾ മെയിൻ തരായ മെർമെയ്ഡിനും കണ്ടിട്ട് ഗായ്സ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സുഖം. അന്ന് ഹവ്വ ഉണ്ടായപ്പോൾ 2 മെർമെയ്ഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 മെർമെയ്ഡേ ഉള്ളൂ കേട്ടോ. എന്ത് രസമല്ലേ, എത്ര നേരമാണ് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം, അവരെ സമ്മതിക്കണം. പിന്നെ നമ്മൾ
പുറത്തെത്തി. അപ്പോൾ അങ്ങനെ ഫിഷിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് സെക്ഷൻസ് ആട്ടോ. പിന്നെ ഇതാ ഹിലുവിന് ഈ പൊട്ടാറ്റോൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഹിലുവിന് വാങ്ങി. പക്ഷെ ആയിഷുവിന് കേട്ടോ പകുതി മുക്കാലും തിന്ന ആയിഷും ഞാനും കൂടിയാണ്. ഹിലുക്കും കിട്ടിക്കണേ. ആയിഷ പിന്നെ ഇയാളിത് അവിടെ കുലുക്കിത്തക്കത്തെ നടത്താണ്. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വികളിക്കും ഗൈസ്. വിഗലിക്കും ഗൈസ്. പിന്നെ ഹിലു ഇതാ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് പോലത്തെ ഒരു ഇത് എനിക്ക് ഇഷ്ടമായില്ല. ഹിലുക്കും ആയിഷുവിനും ഇഷ്ടമായിക്കണേ. പിന്നെ ഇതാ ഈ പൊട്ടാറ്റോ ഞാൻ മെല്ലെ ചാമ്പയാക്കി ഞാൻ തിന്നാണ്. ആയിഷുൻ്റെ തട്ടി പറിച്ചാങ്ങി ഓളും തിന്ന്, ഗ്രീൻ ആപ്പിളിൻ്റെ ഇതും തിന്ന്. പിന്നെ ആയിഷു ഒരു പിസ്തൻ്റെ ഐസ്ക്രീം ആട്ടോ വാങ്ങിയത്. പിന്നെ ഗായ്സ് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ എക്സിബിഷനിലെ കുറച്ച് റൈഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ തോണിയിലാട്ടോ കയറണം. ഞാൻ ഇപ്പോൾ 3rd ടൈമാണ് കയറണേ. ഗായ്സ് ആയിഷ തോണിയിൽ കയറിയ സന്തോഷത്തിലാട്ടോ. ഇതിൻ്റെ മുന്നൊരു പ്രാവശ്യം കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് വലിയ പ്രശ്നമില്ല. അന്ന് ഞാൻ ഇതൊക്കെ കാട്ടീന് കേട്ടോ അന്ന്. ഇന്നിപ്പോൾ ഇത്ര പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നമ്മൾ എന്തുഞ്ഞാൽ കയറണം എന്നതിന് കേട്ടോ വിചാരിച്ച്. പിന്നെ തലവേദന ആവുമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ തോണിയിൽ കയറി കേട്ടോ. ഹിലും ഞാനും അത് അവിടെ സംസാരിക്കുകയാണ്. എത്ര ഹൈറ്റിലല്ലേ ഗൈസ് പോകുന്ന. ആയിഷൊക്കെ അവിടെ കിടന്ന് കരിയും. ഗൈസ് ഇന്നത്തെ ഡേ നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഹിലും ഞാനും ബാബിയും എല്ലാവരും ആയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയോളം വീഡിയോ. ബൈ.